ജി കൃഷ്ണകുമാറിനും മകൾ ദിയ കൃഷ്ണയ്ക്കും കുടുംബത്തിനും ഒക്കെ എതിരായ തട്ടിക്കൊണ്ടുപോകൽ കേസും അവരുടെ ആ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസും ഒക്കെ അല്ലേ. അപ്പോൾ ഇതിലിപ്പോൾ ഒരു വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് പോലീസ്. ദിയയുടെയും ബാങ്ക് ജീവനക്കാരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കും. സാമ്പത്തിക തിരിമറി നടന്നു എന്നാണ് പോലീസിന്റെ നിലവിലെ വിലയിരുത്തൽ. CCTV ദൃശ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇരുഭാഗത്തെയും പരാതികൾ SHOയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കും. അതേസമയം ഈ ജീവനക്കാർ കുറ്റസമ്മതം നടത്തുന്ന നിർണായകമായ ദൃശ്യങ്ങൾ കൃഷ്ണകുമാറിന്റെ കുടുംബം ഇന്നലെ പുറത്തുവിട്ടിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ആദ്യം അറിയില്ല, പക്ഷെ ഈ കുട്ടി പറഞ്ഞു ഓഗസ്റ്റിലാണെന്ന് പറഞ്ഞു. ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ചെയ്തത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആയപ്പോൾ നിങ്ങൾ വിചാരിച്ചാണ് എന്തായാലും ഇത്ര ഇൻകം വരുമല്ലേ, കൂടി എടുക്കാന്ന് വിചാരിച്ചാണ് അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങളുടെ ഒരു കുറ്റബോധം തോന്നി, കുറ്റബോധം തോന്നിയോ? എന്നിട്ടാണോ ചെയ്തുകൊണ്ടിരുന്നത്? ഇതെപ്പോഴും അവസാനമായിട്ട് നിങ്ങൾ ചെയ്താൽ അതറിയട്ടെ. ഈ പറഞ്ഞു വിടുന്നതിന് എത്ര നാൾ കുറ്റബോധം തോന്നിയില്ല. കാര്യം ഇന്നലെ രാവിലെ കൂടെ വിവിധ എല്ലാം ത്രെഡ് ചെയ്തതേ ഉള്ളൂ. സാലറി ക്രെഡിറ്റ് ആവട്ടെ. പണ്ടേ നിങ്ങൾ ഇങ്ങനെ മോഷണം ചെയ്യാം. അയ്യോ, അധികം പാവം കളിക്കില്ലേ. നിങ്ങളുടെ മോഷണത്തിന് പിടിച്ചിട്ടിരിക്കുക. ആ പാവം വിടുക. എന്താണ് ചെയ്യുന്നത്? സ്കാനർ വേറെ, നിങ്ങളുടെ സ്കാനർ, നിങ്ങളുടെ കോഡ് നിങ്ങൾ സ്കാനറായിട്ട് പ്രിന്റ് ചെയ്ത് കടയിൽ ഫോണില് എന്തെന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുന്നത്. അത് വർക്ക് ചെയ്യുന്നില്ല. ആൾക്കാർ സ്കാനർ ചോദിക്കുമ്പോൾ ഇതൊക്കെ അത് ആദ്യം ചെയ്യാൻ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളത് ഇവര് പറയുന്ന സ്കാനർ വർക്ക് ആവത്തില്ല. ഓക്കെ, ഹാൻസ് ജോൺ ഉണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഹാൻസ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ ഒരു സംഭവം അത് വിശദമായ അന്വേഷണത്തിന് തന്നെയാണോ പോലീസ് എത്തിയിരിക്കുന്നത്? കാരണം ഇതിൻ്റെ ഒരു സ്വഭാവം മാറി അതൊരു വലിയ വിവാദമായി സമൂഹ മാധ്യമങ്ങൾ ആ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വേറൊരു വലിയൊരു ഫ്രെയിമിലേക്ക് ആ കേസ് മാറിയിരിക്കുകയാണ്. ഈ ആദ്യത്തെ കേസ് ഈ സാമ്പത്തിക തട്ടിപ്പ്, പിന്നെ തട്ടിക്കൊണ്ടുപോകൽ, പിന്നീട് മറ്റ് കേസുകളൊക്കെ വരുന്നത് ഇതിന് അനുബന്ധമായിട്ടാണ് ബാക്കി കേസുകളൊക്കെ വരുന്നത്. ഈ സമഗ്രമായ ഒരു അന്വേഷണമാണോ പോലീസിന് മുന്നിലുള്ളത്? കാരണം 69 ലക്ഷം രൂപ ഒരു മാസത്തിനുള്ളിൽ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഒരു വിശദമായ ഓഡിറ്റിംഗിലേക്ക് അടക്കം അന്വേഷണ സംഘത്തിന് കടക്കേണ്ടി വരില്ലേ? എങ്ങനെയാണ് കേസിന്റെ മുന്നോട്ട് പോക്ക്? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. തീർച്ചയായും സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസ് വളരെ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ആദ്യം പരാതി നൽകുന്നത് കൃഷ്ണകുമാറാണ്. 69 ലക്ഷം രൂപ തങ്ങളുടെ പക്കൽ നിന്നും തട്ടിച്ചു, 3 യുവതികൾ തട്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മ്യൂസിയം പോലീസിലാണ് ആദ്യത്തെ പരാതി നൽകുന്നത്. ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ തങ്ങളെ അന്യായമായി തട്ടിക്കൊണ്ടുപോയി, തങ്ങളെ 3 പേരെയും തട്ടിക്കൊണ്ടുപോയി എന്ന് കാണിച്ചുകൊണ്ട് 3 യുവതികൾ, ഈ ജീവനക്കാരായിട്ടുള്ള വിനീത അടക്കമുള്ള 3 പേർ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ തന്നെ പരാതി നൽകിയിട്ടുണ്ട്. ഈ ആദ്യത്തെ കേസിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. അതിനോടൊപ്പം തന്നെ രണ്ടാമത്തെ കേസിന് പുരോഗമിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ കേസിലേക്ക് വരുമ്പോൾ 69 ലക്ഷം രൂപ തട്ടിച്ചു എന്നുള്ള പരാതിയിൽ ഈ സാമ്പത്തിക ഇടപാടുകളെല്ലാം പരിശോധിക്കാനാണ് പോലീസിൻ്റെ നീക്കം. കാരണം കഴിഞ്ഞ കാലത്തെ ഓഡിറ്റിംഗ് റിപ്പോർട്ടിലൂടെയാണ് കൃഷ്ണകുമാറിന് ഇത്തരത്തിൽ തങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും, ദിയയുടെ സ്ഥാപനത്തിൽ നിന്നും ഇത്ര രൂപ ജീവനക്കാർ തട്ടിച്ചു എന്നുള്ള നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ന്യൂസ് മലയാളവും അതിനോടൊപ്പം തന്നെ അഹാനയും ഇന്നലെ ഇത്തരത്തിൽ തങ്ങൾ പണം തട്ടിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഈ ദൃശ്യങ്ങളെല്ലാം നിലവിൽ പോലീസിൻ്റെ പക്കൽ ലഭ്യമായിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഈ സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗത്തിൻ്റെയും അക്കൗണ്ടുകൾ പരിശോധിക്കാനാണ് പോലീസിൻ്റെ നീക്കം. കാരണം വ്യക്തമായ തെളിവുകൾ ഇതിൽ ആവശ്യമാണ്. എന്തുകൊണ്ട് ഈ യുവതികൾ തങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ പണം സ്വീകരിച്ചു? അതിനോടൊപ്പം തന്നെ നമുക്കറിയാവുന്നതുപോലെ ഇന്നലെ ഈ യുവതികൾ ഉന്നയിച്ച ഒരു ആരോപണമായിരുന്നു, ദിയ പറഞ്ഞിട്ട് തന്നെയാണ് തങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ പണം സ്വീകരിച്ചതെന്ന്. അപ്പോൾ ആ ഒരു രീതിയിൽ, ആ ഒരു ആംഗിൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ദിയക്ക് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ദിയയുടെ അക്കൗണ്ടിലേക്ക് ഏതെങ്കിലും തരത്തിൽ പണം വന്നിട്ടുണ്ടോ, ഈ ജീവനക്കാർക്ക് ലഭിച്ച പണം എങ്ങോട്ടാണ് പോയത്, ഇവർ പറയുന്നത് പോലെ പണമായി ദിയക്ക് നൽകിയിട്ടുണ്ടോ എന്നടക്കമുള്ള വിശദമായ രീതിയിലുള്ള ഒരു അന്വേഷണമാണ് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തുന്നത്. അതിനോടൊപ്പം തന്നെ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്രയധികം കച്ചവടം ഈ സ്ഥാപനത്തിൽ നടന്നിട്ടുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിക്കും. അതിനോടൊപ്പം തന്നെയാണ്
ഈ രണ്ടാമത്തെ കേസ് ഈ ജീവനക്കാർ ദിയയ്ക്കും കുടുംബത്തിനും എതിരെ നൽകിയിരിക്കുന്ന കേസ് അന്യായമായി തങ്ങളെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് അതിലും വിശദമായ പരിശോധന പോലീസ് നടത്തുന്നുണ്ട്. അത് പ്രധാനമായിട്ടും ദിയയുടെയും കുടുംബത്തിൻ്റെയും പക്കലുള്ള ദൃശ്യങ്ങൾ അതിനോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസ് ഈ പരിശോധന നടത്താൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ യുവതികളുടെ ഭാഗത്താണ് തെറ്റ് ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ദിയ കൃഷ്ണ കുടുംബം പുറത്തുവിട്ടിട്ടുള്ള CCTV ദൃശ്യങ്ങളിലാവട്ടെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്നലെ ദിയാകൃഷ്ണയുടെ കുടുംബം പുറത്തുവിട്ടാണെങ്കിൽ ന്യൂസ് മലയാളം ഇന്നലെ പുറത്തുവിട്ട 6 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ദൃശ്യങ്ങളിലൊക്കെ ആണെങ്കിലും ഈ ജീവനക്കാർ പറയുന്ന കാര്യങ്ങളെ അമ്പയെ പൊളിച്ചു കളയുന്ന രീതിയിലുള്ളതായിരുന്നു അവരുടെ പ്രതികരണങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് നോക്കാം ഈ കേസിന്റെ അന്വേഷണം അത് എങ്ങനെ മുന്നോട്ട് പോകുന്നു, എന്താണ് പുതിയ കണ്ടെത്തലുകൾ എന്നുള്ളതൊക്കെ. ഒരു